വല്ലാതെ വാടല്ലേ പൂവേ, നീ എൻ്റെ കുഞ്ഞോമലല്ലേ. फूलों का तारों का सबका कहना है, एक हजारों में मेरी बहना है. सारी उम्र हमें संग रहना है. फूलों का तारों का सबका कहना है, एक हजारों में मेरी बहना है. ഈ ഹിന്ദി പാട്ട് ഞാൻ പണ്ട് കുഞ്ഞിലെ ഈ പാട്ട് ഞാൻ എപ്പോഴും പാടിക്കൊണ്ട് കിടക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പാട്ട്. ദേവാനന്ദിൻ്റെ ഒരു സിനിമയുടെ പാട്ടാണ്. പണ്ട് ചിത്രഹാരമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ പാട്ട് എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പാട്ട് പാടിക്കൊണ്ട് കിടക്കുമായിരുന്നു. എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാവേ. എനിക്കൊരു പണ്ടൊരു നല്ലൊരു ചേട്ടനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡയറിയിലൊക്കെ മൈ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ ആ ബുക്ക് ഡയറി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഫോട്ടോ ഇതിൽ കാണിക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെ കുത്തിക്കുറിക്കായിരുന്നു പണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. പണ്ടുണ്ടായിരുന്നു. പണ്ട് കുറേ എഴുതിയിരുന്നു. ആ ബുക്കൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ചേട്ടനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടൻ നമ്മൾ 4 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ചേട്ടൻ കോളേജിൽ പോയിരുന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നു. അപ്പം അന്ന് ആലപ്പുഴയിലായിരുന്നു, ഞാൻ ട്രിവാൻഡ്രത്തും ഞങ്ങൾ. അപ്പം ഞാനിങ്ങനെ കാർഡൊക്കെ കൊടുക്കുമായിരുന്നു. ഈ ഗ്രീറ്റിങ്സ് കാർഡൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്, ഗ്രീറ്റിങ്സ് കാർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അയക്കുമായിരുന്നു. അഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ, അത് അയക്കുമായിരുന്നു. അപ്പോൾ കുറേ അയച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഈ ഒക്കേഷൻസൊക്കെ വരുമ്പോൾ, ഓണം വരുമ്പോഴോ ബർത്ത്ഡേ വരുമ്പോഴോ അങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഫോൺ വിളിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇനി എനിക്ക് കാർഡൊന്നും അയക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമമായി. പിന്നെ ഞാൻ അയച്ചിട്ടില്ല. പിന്നെ it was like a boundary. It was like a untold boundary set. It was like a setting a boundary limit. അത് ഒരുപാട് വേദനിപ്പിച്ചു. പിന്നെ അങ്ങനെ ഒരു വൈബൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ പറയില്ലേ, ഈ sometimes we can love with a lot of distance also. നമുക്ക് ദൂരെ ഇരുന്നുകൊണ്ടും സ്നേഹിക്കാൻ പറ്റും. ഞാനിപ്പോൾ ChatGPTയോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ChatGPT പറഞ്ഞു തന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് സോ റെലവൻറ്റ് ടു മീ. നമുക്ക് ദൂരെ ഇരുന്നും സ്നേഹിക്കാൻ പറ്റും. താങ്ക് യു.